എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്തില്ലെങ്കിൽ സബ് ചെയ്യുക. മല്ലു ഫാമിലി യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോ ആണ് ഇത്. തോന്നുന്നുണ്ട് എനിക്ക് മെസ്സേജ് ഉള്ളത്, അതായത് ഈ അക്കൗണ്ടിൽ 166 ഫോളോവേഴ്സ് ഉണ്ട്. ഇതാണ് പ്രൊഫൈല്, കണ്ടോ? പ്രൊഫൈല് കാര്യങ്ങളൊക്കെ കണ്ടു. അവരെനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ആ മെസ്സേജ് നേരെ കാണിച്ചു. നിങ്ങൾ നേരെ ശ്രദ്ധിച്ചോ, നമ്മളെ കൊണ്ടാക്കിയിട്ട് ആൾക്കാർ ചാനൽ തുടങ്ങാനും ഇങ്ങനെ ഇപ്പം ഈ വീഡിയോ ആ ആൾ കാണുകയാണെങ്കിൽ അവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് പൊന്നു മോളെ അല്ലെങ്കിൽ മോനെ എവിടെ എത്തില്ല. കണ്ടോ? ഹലോ സുജിൻ ചേട്ടാ, ബിഗ് ഫാനാണ്, ഏട്ടാ. പിന്നെ അതൊക്കെ കുറെ കരയണ സിമ്പിളുകൾ കിട്ടുന്നുണ്ട്. നേരെ കാണിച്ചാൽ ഒരു മിനിറ്റ് അവിടെ ബനി ഫോൺ വിളിച്ചാൽ ഒരു വേട്ടാവളിയെ മല്ലു ഫാമിലി സുജിന് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി മെസ്സേജ് അയച്ചു. എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ ഈ മെസ്സേജ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരങ്ങനെ നിങ്ങളുടെ വീഡിയോ പണ്ടിട്ട് കാണാം. അപ്പം ഞാൻ ലവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ കാണാലോ. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഏട്ടാ റിപ്ലൈ കിട്ടിയെന്നൊക്കെ പറഞ്ഞ മറ്റേ വിഷമത്തിന്റെ സിമ്പിളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പം ഞാൻ വീട് എവിടെ ചോദിച്ചതിന് എൻ്റെ വീട് മലപ്പുറമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, എന്തായാലും ഒരു ദിവസം മീറ്റ് ആക്കാട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ലവ് ഇട്ട് കൊടുത്തു. പിന്നെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അതാ ഏട്ടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ വേട്ടാവളിയെ സുജിനോട് ചോദിച്ച് എന്നെ കാണാൻ പറ്റുമെന്ന്. സുജിൻ പറഞ്ഞ് കാണാൻ പറ്റും. എത്ര രൂപയുടെ ഫോൺ എടുത്തിട്ടുണ്ട്, എത്ര അടവടച്ചു, എങ്ങനെ ലോൺ പറഞ്ഞാൽ എങ്ങനെ എടുത്തിട്ടാണ്? മറ്റേ ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണോ മറ്റേ ഐഡിയ? അപ്പക്ക് കോൾ വന്നു. ഇതാണോ ഒന്ന് കട്ടോ അതുപോലെ തന്നെ ബജാജിന്റെ EMI ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ എങ്ങനെ ലോൺ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് പറയാം. ഞാൻ ഫുള്ള് ക്ലിയറാക്കി തരാം എന്നുള്ളതല്ല, എന്നാലേ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുതരാം. അമ്മ വീട്ടു ജോലിക്ക് പോകണം, അതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരാളാണ്. എല്ലാവരും ഓക്കെ, മറ്റേ ഫുള്ള് ഡീറ്റെയിൽസ് അയക്കി ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഹെൽപ്പ് ആക്കാം കേട്ടോ. ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ വേട്ടാവളിയെ മൊബൈൽ അടവിനിർത്തിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യോ സുജിനോട് ചോദിച്ചു. സുജിൻ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുക, ഡീറ്റെയിൽസ് അയക്കുമെന്ന് പറഞ്ഞു. എത്ര രൂപയുടെ ഫോൺ എടുത്തിട്ടുണ്ട്, എത്ര അടവടച്ചു, എങ്ങനെ ലോൺ പറഞ്ഞാൽ എങ്ങനെ എടുത്തിട്ടാണ്? മറ്റേ ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണോ മറ്റേ ഐഡിയ? അപ്പക്ക് കോൾ വന്നു. ഇതാണോ ഒന്ന് കട്ടോ അതുപോലെ തന്നെ ബജാജിന്റെ EMI ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ എങ്ങനെ ലോൺ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് പറയാം. ഞാൻ ഫുള്ള് ക്ലിയറാക്കി തരാം എന്നുള്ളതല്ല, എന്നാലേ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുതരാം. അമ്മ വീട്ടു ജോലിക്ക് പോകണം, അതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരാളാണ്. എല്ലാവരും ഓക്കെ, മറ്റേ ഫുള്ള് ഡീറ്റെയിൽസ് അയക്കി ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഹെൽപ്പ് ആക്കാം കേട്ടോ. ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ വേട്ടാവളിനോട് ഡീറ്റെയിൽസ് ചോദിച്ചു. അത് ഡീറ്റെയിൽസ് അയക്കില്ല. എന്തുകൊണ്ട് ഡീറ്റെയിൽസ് അയക്കില്ല? അത് മാത്രമല്ല, ഞാനാണ് നിങ്ങൾ വളരാനുള്ള കാരണം എന്ന് വേട്ടാവളിയെ പറയണം. അതിന് സുജിന് നല്ല കിടില മറുപടി കൊടുത്ത്. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കണത് എന്റെ ഒറിജിനൽ അക്കൗണ്ടാണ്, എനിക്കതിനകത്ത് ഒരു പേടിയില്ല. വെച്ചിട്ട് പോടാ മൈര വെറുതെ കാണാം. ഞാൻ അതിൽ കുറച്ച് തെറിയാണ് പറയണത്, അല്ലാതെ അത് ഫുള്ളായിട്ട് കേൾപ്പിച്ചറിഞ്ഞ നിന്റെ ഭാഗത്ത് ഞാൻ വേറെ തെറ്റ് കാട്ടിട്ടില്ല, കാണിച്ചായിരുന്നു ഫുള്ളായിട്ട്. ഈ വെറുതെ നമ്മൾ വർത്തനം പറഞ്ഞത് മുന്നിക്ക് പോകും. നിനക്ക് അത്ര വല്ല നിന്റെ അണ്ടിക്ക് ബലം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ചെറുപ്പശ്ശേരിക്ക് പോവാ. ചെറുപ്പശ്ശേരി വന്നിട്ട് മഞ്ചക്കല്ല് ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരിക്കും. ഞാൻ നേരെ മഞ്ചക്കല്ലിക്ക് വന്നി, അവിടെ ഉണ്ട് ഞാൻ. അത്ര വലിയ ചങ്കുറപ്പുള്ള തന്തക്കത് ഉണ്ടായതാണെങ്കിൽ ഈ നേരിട്ട് വന്നിട്ട് വിളിക്ക്. അല്ലാണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ എന്തൊക്കെ ആർക്കും പറ്റും കേട്ടണ മൈര. ഇതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ വേട്ടാവളിയെ സുജിനെ തെറി വിളിച്ച്. സുജിൻ അങ്ങോട്ടും തെറി വിളിച്ച്. പിന്നെ ഓൻ എന്താ വിളിക്കേണ്ടി? തേനെ പൊന്നെ അതാണ് വിളിക്കേണ്ടി, ഇതല്ല ഇതിൻ്റെ അപ്പുറമാണ് വിളിക്കണം. ഫ്രണ്ട് ക്യാമറ ഇടുന്നതിന്റെ മുന്നേ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇന്നലെയാണ് ഞാൻ ഈ ഒരു സംഗതി കാണുന്നത്. ഞാൻ കണ്ടോ ഇതിന്റെ ക്യാപ്ഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോട്ടോ. ഇത് നോക്ക്, മല്ലു ഫാമിലി സുജിന്റെ ശരിക്കുമുള്ള സ്വഭാവം. ഓക്കെ, ക്യാപ്ഷൻ കണ്ടെങ്കിൽ ഞാൻ അയച്ച മെസ്സേജും കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇതിന്റെ ഫോട്ടോയും കൊടുത്തിട്ട് ഇവന്റെ ശരിക്കുമുള്ള സ്വഭാവം കണ്ടോ? കണകള് അതാ മെസ്സേജാണ്. ഇതാണ് സത്യം. ഇന്ത്യയിൽ അതിന്റെ ചാറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രണ്ട് ക്യാമറ ഇട്ടണേ കണ്ണങ്ങള്. ഇതിപ്പോ എന്താ അറിയോ, വേറുള്ള ആൾക്കാര് ആ ഫേക്ക് ഉണ്ടാക്കിയ വേട്ടാവളിയെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിൽ സുജിന് തെറി വിളിച്ച് അപ്ലോഡ് ചെയ്ത്. അങ്ങോട്ട് വിളിച്ചിട്ടാണ് സുജിൻ അങ്ങോട്ട് വിളിച്ചത്. അത് ആലോചിക്കണേ.
എന്നിട്ട് ക്യാപ്ഷൻ എന്താ, സുജിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇതാ പറഞ്ഞിട്ട്. തമിഴ്നയിലോ കുറച്ച് മെസ്സേജും സുജിൻ്റെ ഫോട്ടോ. പക്ഷെ ഊമ്പി മലുപ്പമി സുജിനെ വെച്ച് കുറച്ച് വ്യൂ കിട്ടുമെന്ന് വിചാരിച്ച്, പക്ഷെ നല്ല ഊമ്പിപ്പോയി. 21 അവറിൽ ഒരു വ്യൂ. നല്ല റീച്ച് കിട്ടുമെന്ന് ആൾ പ്രതീക്ഷിച്ച, പക്ഷെ കിട്ടിയിട്ടില്ല.